നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് ഏകോദര സോദരർ നാം. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. സാറാ തോമസ് എഴുതിയ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം. ഇനി നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. സാറാ തോമസ് ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് സാറാ തോമസ്. 1934 തിരുവനന്തപുരത്ത് ജനനം. 20ഓളം നോവലുകൾ രചിച്ചിട്ടുണ്ട്. മധ്യവർഗ കേരളീയ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായ ജീവിതാന്തരീക്ഷം അവതരിപ്പിക്കുന്ന കൃതികൾ അവരുടെ പ്രത്യേകതയാണ്. 2023 മാർച്ച് 31 അവർ അന്തരിച്ചു. പ്രധാന കൃതികൾ: ജീവിതം എന്ന നദി, ഇതവരുടെ ആദ്യ നോവലാണ്. മുറിപ്പാടുകൾ, PM ബക്കർ മണിമുഴക്കം എന്ന പേരിൽ ഈ നോവലിനെ ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പവിഴമുത്ത്, ആ മനുഷ്യൻ നീ തന്നെ, അർച്ചന, നാർമടി പുടവ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവമക്കൾ, അഗ്നിശുദ്ധി, ചിന്നമ്മു, വലക്കാർ, നീലക്കുറിഞ്ഞികൾ ചുവക്കും നേരം, ഗ്രഹണം, തണ്ണീർ പന്തൽ, യാത്ര, കാവേരി, കുപ്പിവളകൾ. ഇത് ചെറുകഥയാണ്. ഇത്രയുമാണ് അവരുടെ പ്രധാന കൃതികൾ. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന 2 വരികളുടെ ആശയം കൂടി മനസ്സിലാക്കാം. അമർത്തിച്ചിമ്മിയ ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും. കണ്ണുകൾ ഇറുക്കിയടച്ച് പുറം ലോക കാഴ്ചകളിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ് ഒരാൾ സ്വത്വത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അപ്പോഴാണ് ആത്മബോധത്തിന് വെളിച്ചവും തെളിച്ചവും കൂടുന്നത്. പുതിയ തിരിച്ചറിവുകളിലേക്ക് ചിന്തകൾ വഴിമാറുന്നത്. മനുഷ്യബന്ധങ്ങളെ മൂല്യവത്താക്കുന്നത് ഇത്തരം ആത്മബോധമാണ്. പരസ്പര സഹായത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും മനോഭാവങ്ങൾ രൂപപ്പെടുന്നത് ഉൾക്കണ്ണിൻ്റെ ഈ വെളിച്ചത്തിലാണ്. ഇതാണ് ഈ വരികളുടെ ആശയം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. മറ്റുള്ളവരെ കൂടി കരുതുകയും പരിഗണിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴാണ് നാം മനുഷ്യരാകുന്നത് എന്ന ബോധം ഉറപ്പിക്കുന്ന പാഠമാണ് ആനന്ദാശ്രുക്കൾ. സാറാ തോമസ് രചിച്ച മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണിത്. ചിരപരിചിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മാനുഷിക ബന്ധങ്ങളുടെ ആവശ്യകതയും സഹവർത്തിത്വം, സാമൂഹ്യനീതി എന്നിവയുടെ പ്രാധാന്യവും പ്രസക്തിയും ബോധ്യപ്പെടുത്തുന്ന രചനയാണിത്. അനാഥാലയത്തിൽ വളരുന്ന ജോസ് എന്ന ബാലൻ്റെ ജീവിത പരിസരത്തിൻ്റെ ആഖ്യാനമാണിത്. ഇനി പാഠഭാഗം വായിക്കാം. തൻ്റെ മാതാപിതാക്കളെ പറ്റി ജോസിന് ഒരറിവും ഉണ്ടായിരുന്നില്ല. കർമ്മലിത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ വെളുത്തു തടിച്ച സിസ്റ്റർ തെരേസായുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ അവ്യക്തമായ ഓർമ്മകളുണ്ട്. സദാ പുഞ്ചിരി തൂകുന്ന മുഖവുമായി തങ്ങളിൽ ഓരോരുത്തരെയും തനത് എന്ന വിചാരത്തോടെ ശുശ്രൂഷിച്ചു വളർത്തിയ സിസ്റ്റർ തെരേസ തനിക്ക് 5 വയസ്സുള്ളപ്പോൾ ആ പ്രായത്തിലുള്ള മറ്റു 3-4 കുട്ടികളോടൊപ്പം പട്ടണത്തിൽ നിന്ന് അകന്നുമാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഈ ഓർഫനേജിലേക്ക് മാറ്റുകയാണുണ്ടായത്. ജോസ് എന്ന അനാഥ ബാലനെ കുറിച്ചാണ് പറയുന്നത്. മാതാപിതാക്കളെക്കുറിച്ച് ഒരു അറിവും ആ കുട്ടിക്കില്ല. കർമ്മലിത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ തെരേസ സിസ്റ്ററെക്കുറിച്ച് അവന് അവ്യക്തമായ ഓർമ്മയുണ്ട്. ആ ഓർമ്മ വളരെ സ്നേഹം നിറഞ്ഞതാണ്. സദാ പുഞ്ചിരി തൂക്കുന്ന മുഖവുമായിട്ട് ഓരോരുത്തരെയും തനത് എന്ന വിചാരത്തോടെ. അപ്പോൾ കുട്ടികളെ ഓരോരുത്തരും അത് അവരെൻ്റെയാണ് എന്ന ചിന്തയോടുകൂടി അവരെ പരിപാലിച്ചു പോന്നിരുന്ന സിസ്റ്റർ, ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ വേണ്ട പരിചരണവും ശുശ്രൂഷയും ഒക്കെ നൽകി വളർത്തിയ സിസ്റ്റർ തെരേസയെക്കുറിച്ച് ഓർക്കുന്നു ഇവിടെ ജോസ്. പക്ഷേ 5 വയസ്സായപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമായുള്ള ഓർഫനേജിലേക്ക് അവനെ മാറ്റുകയാണ് ഉണ്ടായത്. കൂറ്റൻ മതിൽ വളപ്പിനുള്ളിൽ അനേകം ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഈ ഓർഫനേജ് ഒരു പ്രത്യേക ലോകം തന്നെയാണ്. ഇവിടെ 100-ലധികം കുട്ടികൾ പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒന്നിച്ചു കഴിയുന്നു. ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ. ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളില്ല. വ്യക്തി സ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ്. പക്ഷെ ആ സത്യം അവരെ അലട്ടിയിരുന്നില്ല.
തങ്ങളെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലെന്നുള്ള വസ്തുത അവരെ വീർപ്പുമുട്ടിച്ചിരുന്നതുമില്ല. ഓർമ്മ വച്ചപ്പോൾ തുടങ്ങി മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിത രീതി ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. മണിമുഴക്കം കേട്ട് ഉണരുന്നു, മണിമുഴക്കം കേട്ട് ആരാധനയ്ക്കായി ഒത്തുകൂടുന്നു, മണിമുഴക്കം കേട്ട് ഊണുമുറിയിലെത്തുന്നു. അത് കഴിഞ്ഞ് ചെറിയ കുട്ടികൾ അടുത്തുള്ള പള്ളിവക പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു, മുതിർന്നവർ തൊഴിൽശാലകളിലേക്കും. ദിവസത്തിൻ്റെ അന്ത്യത്തിൽ അവർ വീണ്ടും ആരാധനയ്ക്കായി ഒത്തുചേരുന്നു. അവസാന മണിമുഴക്കത്തോടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയായി. ആൺകുട്ടികൾക്കായുള്ള അനാഥാലയത്തെക്കുറിച്ചാണ് ഇവിടെ ജോസ് പറയുന്നത്. വലിയ വളപ്പാണ് അതിന് അകത്ത്. എല്ലാ കുട്ടികളുണ്ട്, പലതരത്തിലുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയുന്നു. പക്ഷെ അവർക്കാർക്കും പരസ്പര വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യം, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള സ്വാതന്ത്ര്യം പരിമിതമാണ്, വളരെ കുറവാണ്. അതായത് കുട്ടികൾക്ക് തോന്നിയതുപോലെ എന്തും ചെയ്ത് നടക്കാം എന്നുള്ള ചിന്ത വേണ്ട. പക്ഷെ ആ സത്യം അവരെ അലട്ടിയിരുന്നില്ല. കാരണം തങ്ങളെ അന്വേഷിച്ച് ആരും വരാനില്ല, അച്ഛനോ അമ്മയോ വരാനില്ല എന്ന ആ സത്യം കുട്ടികൾ വിഷമത്തോടെ ആണെങ്കിലും അത് ഉൾക്കൊണ്ടിരിക്കുന്നു. അതൊരു നിർവികാരതയോടെ ആ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ്. പിന്നൊന്ന് പറയുന്നത്, എല്ലാം ഒരു ബെല്ലടിക്കുന്നതിനനുസരിച്ച് ക്രമപ്പെടുത്തിയ ജീവിതമാണിത്. അതായത് ഒരു യന്ത്രം കണക്കെ മണിമുഴക്കം കേട്ട് എണീക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഊണുമുറിയിൽ എത്തുന്നു, പിന്നീട് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, മുതിർന്നവരാണെങ്കിൽ തൊഴിൽശാലയിലേക്ക് പോകുന്നു, വീണ്ടും മണി മുഴങ്ങുമ്പോൾ അവർ ഒത്തുചേരുന്നു, പ്രാർത്ഥിക്കുന്നു, അവസാനത്തെ മണിമുഴക്കത്തോടെ കുട്ടികൾ ഉറങ്ങാനായിട്ട് പോകുന്നു. ഇങ്ങനെ എന്നും കൃത്യമായ ഒരു ചിട്ടയോടുകൂടിയാണ് പോകുന്നത്. അതായത് അച്ചടിച്ച പോലെ അല്ലേ, അത് എത്ര വിരസമാണ് എന്നുകൂടി ഓർക്കണം. അവർക്ക് ഊഷ്മളമായിട്ടുള്ള ഒരു അന്തരീക്ഷമോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വേറിട്ട് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യവുമോ അതിലില്ല. എങ്കിലും അതൊന്നും അവരെ പ്രത്യേകിച്ച് അലട്ടുന്നില്ല. അതെല്ലാം അവർക്ക് ശീലമായി കഴിഞ്ഞിരിക്കുന്നു. നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞുകെട്ടിയ ആ ദിനചര്യയിൽ ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാവാം. പിന്നെ പരാതിപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന മോഹവും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തൻ്റെ വലിയ വിടവിനെ പറ്റി ബോധവാനാകാറുണ്ടായിരുന്നു. ഈ ബാഗ് പപ്പ ബോംബെയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇന്നലെ എൻ്റെ പിറന്നാളിൽ അമ്മ പായസം വെച്ചു. ഈ അവധിക്ക് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോകും. ഈ ആണ്ടിൽ ജയിച്ചാൽ വല്യപ്പച്ചൻ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെ കൂട്ടുകാർ വലിപ്പം പറയുമ്പോൾ അവൻ്റെ കൊച്ചു ഹൃദയം നുറുങ്ങി വേദനിക്കും. തന്നെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ. എങ്കിലും അവന് ഏറ്റവും മനപ്പീഡ തോന്നിയിരുന്നത് കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ ആരുമില്ലാത്തവൻ എന്ന് വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു. ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലെ താൻ ഈ ഭൂമുഖത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല. പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വരിഞ്ഞു കെട്ടിയ രീതിയിലാണ് അവിടുത്തെ ദിനചര്യ എങ്കിലും ആർക്കും അതിൽ പരാതിയില്ല. പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാകാം. അതല്ലെങ്കിൽ ഈ നാലുകെട്ടിനകത്ത്, ഈ വലിയ കോമ്പൗണ്ടിന് പുറത്ത് വ്യത്യസ്തമായ പല ജീവിത രീതികളുണ്ട് എന്ന് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും ജോസ് പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ അവൻ അനുഭവിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ പരാതികളൊന്നും ഇല്ലെങ്കിൽ പോലും മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്ന, ഭാഗ്യം ലഭിച്ചിരുന്ന കുട്ടികൾ അവൻ്റെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. അവർ അച്ഛനും അമ്മയും ഒക്കെ അവരോട് കാണിക്കുന്ന, കുട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ അവൻ്റെ കൊച്ചു മനസ്സ് വല്ലാതെ വേദനിക്കും. ആ വിടവ്, അവന് ലഭിക്കാതെ പോയ സ്നേഹം, തന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത അവനെ വളരെയധികം വേദനിപ്പിക്കും. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും അതെ, മാതാപിതാക്കളുണ്ടെങ്കിലും നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടാനും പരിഗണിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ്. അതെത്ര കൊച്ചുകുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആ സ്നേഹം തന്നെയാണ് വലിയ കാര്യം. മറ്റെന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും സ്നേഹം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ തീരെ ദരിദ്രനാണ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു വലിയ വിടവ് അവൻ്റെ കൊച്ചു ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ ആണ്ട് വർഷം, മനപ്പീഠ എന്നാൽ മനസ്സിനുണ്ടാകുന്ന വേദന,
എന്നാണ് അർത്ഥം. അപഹസിക്കുക, പരിഹസിക്കുക. അപ്പോൾ ഇവിടെ ജോസ് പറയുന്നുണ്ട്, തനിക്ക് ഇങ്ങനെയൊക്കെ വിഷമം ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ അവനെ വിഷമിപ്പിച്ചിരുന്നത് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ സഹപാഠികൾ, കൂട്ടുകാരൊക്കെ അവൻ ആരുമില്ലാത്തവനാണ്, അനാഥാലയത്തിൽ നിന്ന് വരുന്നവനാണ് എന്ന് വിളിച്ച് പരിഹസിക്കുമായിരുന്നു. അതൊരിക്കലും അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലെ അല്ലേ, ആ എന്താണ് ഒരു ഒഴുക്കിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒഴുക്ക് തന്നെ എവിടെയാണോ എത്തിക്കുന്നത് അതിനനുസരിച്ച് നീങ്ങുന്ന ഒതളങ്ങ പോലെ ജീവിതമാകുന്ന ആ ഒഴുക്കിൽപ്പെട്ട് എന്തിനാണെന്നോ എന്തിനു വന്നു എന്നോ തിരിച്ചറിയാനാവാതെ അവൻ കഴിഞ്ഞു പോകുന്നു എന്നാണ് അവിടെ അർത്ഥം. വൈകുന്നേരങ്ങളിൽ മ്ലാനത മൂടിക്കെട്ടിയ മുഖവുമായി കളിക്കാൻ കൂട്ടാക്കാതെ ജോസ് അനാഥാലയത്തിൻ്റെ നീണ്ട നടശാലയുടെ പടികളിൽ ചടഞ്ഞുകൂടുമ്പോൾ സ്നേഹത്തിൻ്റെ വെളിച്ചവുമായി അവൻ്റെ വിഷമതകൾ ആരാഞ്ഞ് ഫാദർ ഫ്രാൻസിസ് അരികിലെത്തും. മകനെ, എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇങ്ങടുത്തു വരൂ. നിന്റെ മുഖത്ത് എന്താണൊരു വല്ലായ്മ? ഒന്നും ഒളിച്ചു വയ്ക്കാതെ എന്നോട് പറയൂ. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. തൻ്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന അവ്യക്തമായ വേദനകൾക്ക് വാക്കുകൾ കൊണ്ട് രൂപം നൽകാനാവാതെ അവൻ കുഴങ്ങുമ്പോൾ അദ്ദേഹം സ്വാന്തനപൂർവ്വം തോളത്ത് തലോടിക്കൊണ്ട് പറയും, മകനെ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിനക്ക് ആരുമില്ലല്ലോ എന്ന് ഒരിക്കലും നിരാശപ്പെടരുത്. അതാ നോക്കൂ, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപം. അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ്. പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും നൽകാൻ കഴിയാത്ത ആശ്വാസം നിനക്കവിടെ കണ്ടെത്താൻ കഴിയും. അദ്ദേഹം പറഞ്ഞതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ അവൻ ശരണം പ്രാപിച്ചു. ചെറുതും വലുതുമായ അവൻ്റെ ദുഃഖങ്ങൾ നിരത്തിവെച്ചു. എന്നും മുട്ടിപ്പോയി അവനൊരു അപേക്ഷ ഉണർത്തിക്കാനുണ്ടായിരുന്നു. അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ. കിടക്കപ്പായിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. ഈശോ തമ്പുരാനെ, എനിക്ക് ക്ലാസ് കിട്ടണേ. നിം നിം നിം. പ്രഭാതമണികൾ മുഴങ്ങുകയാണ്. അവൻ ചാടി എണീറ്റു. തൻ്റെ അരികിൽ ഉറക്കച്ചടവോടെ കിടന്നിരുന്ന പീറ്റർ പോലും എണീറ്റു വരാൻ കാത്തു നിൽക്കാതെ തിടുക്കത്തിൽ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച് ചാപ്പലിലെത്തി. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഫാദർ ഫ്രാൻസിസ് സുസ്മേരവദനായി ചാപ്പലിൻ്റെ നടയിൽ തന്നെ നിൽപ്പുണ്ട്. സ്കൂൾ വിട്ട് ജോസ് അനാഥാലയത്തിൽ തിരിച്ചെത്തിയാലും മറ്റുള്ള കൂട്ടുകാരോടൊപ്പം കളിക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ ആ നീണ്ട നടശാല ആ വരാന്തയിലിരുന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ വെളിച്ചവുമായിട്ട് ആരെത്തുന്നു? ഫാദർ ഫ്രാൻസിസ് എത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഏതൊരു വിഷമഘട്ടങ്ങളിലാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ വെളിച്ചമായിട്ട്, സ്നേഹത്തിൻ്റെ വെളിച്ചമായിട്ട് അവനോടൊപ്പം തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറുപ്രായത്തിൽ അവൻ അവ്യക്തമായി ഓർക്കുന്നത് സിസ്റ്റർ തെരേസായുടെ മുഖമാണ്, ആ സ്നേഹമാണ്. ഇവിടെ ഫാദർ ഫ്രാൻസിസ് ആണ്. ഫാദർ ഫ്രാൻസിസ് എപ്പോഴും അവനോട് ചോദിക്കും, നീ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? അടുത്തു വരൂ, എന്നോട് പറയൂ, എന്താണ് നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. അപ്പോൾ എത്ര നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു പുരോഹിതൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഫാദർ ഫ്രാൻസിസ്. കുട്ടികളുടെ മനസ്സ് ഒരിക്കലും വിഷമിച്ചുകൂടാ. ആ വിഷമം എന്താണെങ്കിലും തുറന്നു പറയൂ എന്നാണ് ഫാദർ പറയുന്നത്. ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ജോസിന് ആശ്വാസം പകർന്നുകൊണ്ട് ഫാദർ ഫ്രാൻസിസ് പറയുന്നത് എന്താണ്? അതാ നോക്കൂ, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപം. ഒരുപാട് യാതനകൾ അനുഭവിച്ച ദൈവപുത്രനാണ് യേശുദേവൻ. അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ്. അശരണർ ആരുമില്ലാത്തവർക്കും, അതായത് ശരണഗതി ഇല്ലാത്തവർക്ക്, അനാഥരായവർക്ക്, അതായത് നാഥന്മാരില്ലാത്തവർക്ക് ഒരേ ഒരു ആശ്രയം ആരാണ്? ആ യേശുദേവനാണ്. പണത്തിനോ പ്രതാപത്തിനോ ബന്ധുക്കൾക്കോ നൽകാൻ കഴിയാത്ത ആശ്വാസം നിനക്കവിടെ കണ്ടെത്താൻ കഴിയും. ഏതായാലും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എന്നും കിടക്കപ്പായിൽ എന്ന് വെച്ചാൽ കിടക്കാൻ പോകുന്നതിന് മുമ്പായി മുട്ടുകുത്തി നിന്ന് അവൻ ഹൃദയം നൊന്ത് യേശുവിനോട് പ്രാർത്ഥിച്ചിരുന്നത് എന്താണ്? അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ എന്നാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തനിക്ക് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നൊരു ചിന്ത അവനുണ്ട്. അതായത് വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോഴുള്ള പ്രതിസന്ധികൾ അതിജീവിക്കാനാകുമെന്നുള്ള പ്രത്യാശയാണിത്.
അപ്പോൾ എങ്ങനെയെങ്കിലും അതിനുള്ളൊരു വഴി തുറന്നു തരണേ എന്നവൻ ദിവസവും പ്രാർത്ഥിച്ചു. ഈശോ തമ്പുരാനെ, എനിക്ക് ക്ലാസ് കിട്ടണേ, അല്ലേ, 10ാം ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്, അല്ലെ, ഏറ്റവും മികച്ച മാർക്കോടുകൂടി വിജയിക്കാൻ കഴിയണേ എന്നവൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ കുട്ടി ഒരു 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മണി മുഴങ്ങുന്നത്. പ്രഭാതമണികളാണിത്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന തൻ്റെ ചങ്ങാതിയായ പീറ്റർ ഉണരുന്നതിന് മുമ്പേ തന്നെ എണീറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക എല്ലാം ചെയ്ത് ചാപ്പൽ എന്ന് വെച്ചാൽ ചെറിയ ചർച്ചാണ്, പള്ളി, അവിടെ എത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഫാദർ ഫ്രാൻസിസ് സുസ്മേരവദനൻ എന്ന് വെച്ചാൽ പുഞ്ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ആരെ കാണുന്നു? ഫാദർ ഫ്രാൻസിസിനെ കാണുന്നു. അവൻ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി ഫാദറിനെ വന്ദിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മകനെ, നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടിരിക്കുന്നു. ഇതാ നോക്കൂ. ലോഹയുടെ കീശയിൽ നിന്ന് അദ്ദേഹം പത്രമെടുത്ത് അവൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു. തൻ്റെ നമ്പറിനു മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. അടുത്ത ക്ഷണം അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി. തൻ്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ. അതേപ്പറ്റി തുറന്നു ചോദിക്കാൻ ധൈര്യം പോരായിരുന്നു. അദ്ദേഹം പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, വരൂ ജോസ്, എൻ്റെ മുറിയിൽ വരൂ. വിറയാർന്ന കാൽവയ്പോടെ ജോസ് അദ്ദേഹത്തെ അനുഗമിച്ചു. ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ മനസ്സ് പിടയുകയായിരുന്നു. അവൻ അകത്തു കടന്നപ്പോൾ അദ്ദേഹം വാതിൽ ചാരി. എന്നിട്ട് അവനെ അരികിലേക്ക് വിളിച്ചു. ജോസ്, ഇങ്ങടുത്തു വരൂ. നിന്റെ മനസ്സിലെ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. മകനെ, നീ ആശിക്കുന്നത് പോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. ഫാദർ ജോസഫും അതിന് അനുകൂലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജോസിൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അദ്ദേഹം വാത്സല്യപൂർവ്വം അവൻ്റെ തോളിൽ തട്ടി. രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ വാർത്തയുമായിട്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഫാദർ ഫ്രാൻസിസിനെയാണ് കാണുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു, തമ്പുരാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോഹ, അതായത് പുരോഹിതന്മാർ ഇടുന്ന നീണ്ട കുപ്പായമാണ് ലോഹ, അതിലെ കീശയിൽ നിന്ന് അദ്ദേഹം പത്രമെടുത്ത് അവന് നേരെ നീട്ടി. തൻ്റെ നമ്പറിനു മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. അതായത് ഏറ്റവും മികച്ച വിജയം തന്നെയാണ് അവന് ലഭിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി. ഇങ്ങനെയൊക്കെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും ഇനി എന്താണ് തൻ്റെ ഭാവി? തന്നെ വീണ്ടും തുടർന്ന് പഠിപ്പിക്കാൻ ഈ അനാഥ മന്ദിരത്തിലെ ഒരു കുട്ടിയാണ്. അപ്പോൾ തൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ആശങ്ക അവനുണ്ട്. തനിക്ക് ഇനിയും തുടർന്നു പഠിക്കാൻ സാധിക്കുമോ, അതോ മറ്റുള്ള മുതിർന്നവരെ പോലെ പഠനം ഇവിടെ വെച്ച് നിർത്തി തൊഴിൽശാലയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ചിന്തകളൊക്കെ ആവാം അവൻ്റെ മനസ്സിലുള്ളത്. അത് വായിച്ചിട്ടെന്ന പോലെ ഫാദർ ഫ്രാൻസിസ് അവനെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് പോകുന്നു. ജോസ് അദ്ദേഹത്തെ അനുഗമിക്കുക, പിന്തുടരുക. അതേസമയം അവൻ്റെ മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ഉത്കണ്ഠയോടുകൂടി മനസ്സ് പിടയുകയായിരുന്നു. പക്ഷേ ഇവിടെ ഫാദർ പറഞ്ഞ എന്താണ്? നീ മിടുക്കനാണ്, അല്ലേ, നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. അതുതന്നെയാണ് ഫാദർ ജോസഫും, മേലധികാരിയായിട്ടുള്ള ഫാദർ ജോസഫിനും അതുതന്നെ ആയിരിക്കണം, അതിനനുകൂലിക്കും എന്ന് എനിക്കുറപ്പുണ്ട് എന്നും ഇവിടെ ഫാദർ പറയുന്നു. അത് കേട്ട് ജോസിൻ്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ, സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് ആനന്ദാശ്രുക്കൾ കൊണ്ട് നിറയുന്നത്. വാത്സല്യപൂർവ്വം ഫാദർ അവൻ്റെ തോളിൽ തട്ടി. ജോസ് നന്നായി വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും. വീടും കുടുംബവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിയവനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കേണ്ടതാണ്. പക്ഷേ എന്തോ നിന്നോട് മാത്രം പ്രത്യേകമായ ഒരു അടുപ്പം, സ്വന്തം മകനെ പോലെ. വികാരനിർഭരമായ സ്വരം പെട്ടെന്ന് നിയന്ത്രിച്ചിട്ട് അദ്ദേഹം തുടർന്നു. അത് പോട്ടെ, ഇവിടെ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ചങ്ങനാശ്ശേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും. ഫാദർ ഫ്രാൻസിസിനെ ഒന്നുകൂടി വന്ദിച്ചിട്ട് അവൻ മുറിക്ക് പുറത്തു കടന്നു. ആഹ്ലാദം കൊണ്ടവൻ വീർപ്പ് മുട്ടുകയായിരുന്നു.
ഏതായാലും ജോസിൻ്റെ ആശങ്ക അവസാനിക്കുകയാണ്. അവനെ തുടർന്നു പഠിപ്പിക്കണം എന്ന് തന്നെയാണ് ഫാദർ ഫ്രാൻസിസിൻ്റെയും ആഗ്രഹം. അതിന് തൻ്റെ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തി അതിന് ശ്രമിക്കുമെന്നും അദ്ദേഹം കുട്ടിക്ക് വാക്ക് നൽകുകയാണ്. തനിക്ക് ഒരു പുരോഹിതനായ തനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, അങ്ങനെയാണ് കാണേണ്ടത് അല്ലേ? വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പാദസേവ ചെയ്യാനായിട്ട് വന്നവനാണ്. അപ്പോൾ ഈ യേശുവിനെ സേവിക്കുക എന്ന് വെച്ചാൽ മനുഷ്യരെ സേവിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അവിടെ വേർതിരിവുകളില്ല, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടോ നിന്നോട് മാത്രം ഒരു പ്രത്യേകമായ അടുപ്പം തോന്നുന്നുണ്ട്, ഒരു മകനോടെന്ന പോലെ. ഒരുപക്ഷെ ജോസിൻ്റെ സ്വഭാവം കൊണ്ട് കൂടിയാവാം ഫാദറിന് അങ്ങനെ തോന്നുന്നത്. എളിമയും വിനയവും ഏത് സമയവും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി അല്ലേ? പഠനത്തോട് താല്പര്യമുള്ള കുട്ടി, താൻ ഉയർച്ചയിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടി. അപ്പം അങ്ങനെയുള്ള കുട്ടിയുടെ ജോസിൻ്റെ ആ പ്രകൃതം കൊണ്ട് കൂടിയാവാം ഫാദർ ഫ്രാൻസിസിന് അവനോടൊരു അല്പം അടുപ്പം തോന്നുന്നുണ്ട്, ഒരു സ്വന്തം മകനോടെന്ന പോലെ എന്നാണ് പറയുന്നത്. അത്രയും പറയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറി, അത് വളരെയധികം നിയന്ത്രിച്ച് അദ്ദേഹം പറയുന്നു, ഇവിടെയൊന്നും കോളേജ് ഇല്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ ഈ അനാഥാലയത്തിൽ നിന്ന് നിനക്ക് ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടണ്ട. നീ വിചാരിച്ച പോലെ തന്നെ നിനക്ക് പഠിക്കാൻ കഴിയും എന്ന ഒരു ഉറപ്പ് ഇവിടെ ഫ്രാൻസിസ് നൽകുന്നു. അതോടുകൂടി ആ ഒരു ദിവസം അനാഥനായ അഗതിയായ ജോസിൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്മരണീയമായിട്ടുള്ള ദിനമാണ് എന്ന് തന്നെ പറയാം. ഫാദർ ഫ്രാൻസിസിനെ ഒരിക്കൽ കൂടി വന്ദിച്ച് അവൻ മുറിക്ക് പുറത്തു കടന്നു. ആഹ്ലാദം കൊണ്ടവൻ വീർപ്പ് മുട്ടുകയാണ്. ആഹ്ലാദം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് അവനത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ആഹ്ലാദം നുരഞ്ഞു പൊങ്ങുകയാണ്. നോക്കൂ, ഇവിടെ ജോസിനെ പോലെ അനാഥരാക്കപ്പെട്ട ബാല്യങ്ങളെ സംരക്ഷിക്കുന്ന, അവരെ പരിഗണിക്കുകയും അവർക്ക് കൈത്താങ്ങായി നിൽക്കുകയും ചെയ്യുന്ന ഫാദർ ഫ്രാൻസിസ് എന്ന വ്യക്തിയെക്കുറിച്ച്, ആ കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിക്കൂ. മാനുഷിക മൂല്യങ്ങൾ ചേർന്ന വലിയൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാം. വിദ്യാഭ്യാസമാണ് ജോസിൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാവുക എന്ന് ചിന്തിച്ച് ജോസിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, അതായത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രത്യാശയുടെ ചിറകുകൾ നൽകുകയാണ് ഇവിടെ ഫാദർ ഫ്രാൻസിസ്. മറ്റുള്ളവരുടെ ദുഃഖം തൻ്റേതാണെന്ന് തിരിച്ചറിവിലുള്ള കരുതലും കരുണയും കൈമുതലായുള്ള ഒരു യഥാർത്ഥ മനുഷ്യനാണ് അദ്ദേഹം എന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. ഡൈനിങ് ഹാളിൻ്റെ പടികളിൽ പീറ്റർ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. തനിക്ക് കൈവന്ന ഭാഗ്യം തൻ്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള അക്ഷമയോടെ അവൻ വേഗം നടന്നു. പക്ഷേ ജോസ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ പീറ്റർ വിളിച്ചു ചോദിച്ചു, ജോസേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? കാലത്തെ പത്രം വന്നു കാണും. ഫാദറിൻ്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കണ്ടേ? ഞാൻ ഫാദറിൻ്റെ അടുക്കൽ നിന്ന് തന്നെയാണ് പീറ്റർ വരുന്നത്. നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞതൊക്കെ പീറ്ററിനെ പറഞ്ഞു കേൾപ്പിച്ചു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. എൻ്റെ ജോസേട്ടാ, ഇനി എന്തു വേണം? രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദാശ്രുക്കൾ. അപ്പോൾ ഇവിടെ ഫാദർ ഫ്രാൻസിസിനെ പോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്, പീറ്റർ. അപ്പോൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോസിൻ്റെ ആ വിജയത്തിൽ സന്തോഷിക്കുന്ന പീറ്ററിനെയാണ് കാണുന്നത്. അപ്പോൾ നോക്കൂ, ഈ നോവൽ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പാഠഭാഗത്ത് തന്നെ തികച്ചും വ്യത്യസ്തമായ, ഒട്ടും സ്നേഹം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അനാഥ മന്ദിരത്തിൽ കഴിയുന്ന ജോസ് ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒരു ഭാഗ്യമെന്ന രീതിയിൽ അനുഭവിക്കുകയാണ് ഫാദർ ഫ്രാൻസിസിലൂടെ, മറ്റൊരു അനാഥ ബാലനായ പീറ്റർ എന്ന സുഹൃത്തിലൂടെ. അപ്പോൾ ഇവിടെ ദൈവം അവനെ കൈവിടാതെ കൊണ്ടുപോകുന്നു. ജോസിൻ്റെ പരിശ്രമത്തിന് ഫലമുണ്ടാകുന്നു, അല്ലെങ്കിൽ അവൻ്റെ സവിശേഷമായിട്ടുള്ള വ്യക്തിത്വം മറ്റുള്ളവരെ അവനിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കഥാപാത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര അനാഥനാണെങ്കിലും അവനെ സ്നേഹിക്കപ്പെടാൻ, അവന് സ്നേഹം പകർന്നു നൽകാൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, ഫാദർ ഫ്രാൻസിസ് ഉണ്ട്, പീറ്റർ എന്ന ഒരു സുഹൃത്തുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിത്വം, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, മികച്ചതായിട്ടുള്ള ഗുണങ്ങളാണ് അവനിലേക്ക് വ്യക്തികളെ അടുപ്പിക്കുന്നത്. അവൻ അനാഥനാണെങ്കിലും മറ്റെന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം വളരെ പ്രധാനമാണ് എന്ന് ജോസിൻ്റെ
ഈ ഒരു ജീവിത രീതിയിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ പീറ്റർ അതുപോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജോസിൻ്റെ റിസൾട്ട് വരുവാനായിട്ട്. അപ്പോൾ പീറ്റർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ്, എവിടെയായിരുന്നു, ഫാദറിൻ്റെ അടുത്ത് ചെല്ലേണ്ടേ, പത്രത്തിൽ റിസൾട്ട് നോക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ജോസിനെ പോലെ തന്നെ ആ ഉത്കണ്ഠയും ആകാംക്ഷയും ആർക്കുണ്ട്, ഇവിടെ പീറ്ററിനുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഒറ്റ ശ്വാസത്തിൽ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞതൊക്കെ പീറ്ററിനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന പീറ്റർ അല്ലേ. അപ്പോൾ ഒരേ മനസ്സാണ് അവർക്ക്. അപ്പോൾ അതും വലിയൊരു കാര്യം തന്നെയാണ്. അതായത് മറ്റൊരുവൻ്റെ സന്തോഷത്തിൽ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാനും അവൻ്റെ ദുഃഖത്തിൽ അതേപോലെ ഉള്ളലിഞ്ഞ് വേദനിക്കാനും ആശ്വാസം പകരാനും കഴിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു വിജയം തന്നെയാണ്. അപ്പോൾ ഇവിടെ ജോസിൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്നേഹനിധിയായിട്ടുള്ള സുഹൃത്താണ് ഇവിടെ പീറ്റർ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി എന്തു വേണം ജോസേട്ടാ എന്നാണ് ചോദിക്കുന്നത്. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി, ആനന്ദാശ്രുക്കൾ. അപ്പോൾ എത്രമാത്രം ആ ശീർഷകം, ആനന്ദാശ്രുക്കൾ എന്ന ശീർഷകം ഈ ഭാഗത്തിന് യോജിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. മാനവികതയുടെ എല്ലാ അംശങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങൾ ആനന്ദാശ്രുക്കളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ലോകം എല്ലാവരുടേതുമാണ്. മനുഷ്യാവകാശങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴാണ് സാമൂഹിക നീതി പാലിക്കപ്പെടുന്നത്. അനാഥരെ സംരക്ഷിച്ച് ഒപ്പം ചേർത്ത് മുഖ്യധാരയിലേക്ക് ഉയർത്തുമ്പോഴാണ് നവലോക സൃഷ്ടി സാധ്യമാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു നോവൽ ഭാഗമാണ് ആനന്ദാശ്രുക്കൾ എന്ന് തന്നെ പറയാം. നോവൽ ഭാഗം ഏവരും ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.